പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. ജമ്മു കാശ്മീരിലെ രജൌരിയിൽ സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം. 3 സൈനികർക്ക് വീരമൃത്യു, 3 പേർക്ക് പരിക്കേറ്റു. മേഖലയിൽ സംയുക്ത ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ്. ആർ അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, പൂഞ്ചില് വനമേഖല കേന്ദ്രീകരിച്ച് ഭീകര സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ മേഖലയിൽ സൈനികർ തെരച്ചിൽ നടത്തിയത്. ഈ തെരച്ചിലിനിടയിലാണ് അപ്രതീക്ഷിതമായി ഭീകരർ സൈനിക വാഹനങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിലാണ് 3 സൈനികർ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. 3 പേർക്ക് പരിക്ക് പറ്റിയതായുള്ള വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. സൈനികർ നീങ്ങിയ ട്രക്കിനും ഒരു ജിപ്സിക്കും നേരെയായിരുന്നു ഈ ഭീകര ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ പരിക്കേറ്റ സൈനികരെ ആർമി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസിന്റെയും ഒപ്പം തന്നെ സൈന്യവും ചേർന്നുള്ള ഒരു സംയുക്ത സൈനിക നടപടിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ഈ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഏറ്റുമുട്ടൽ തുടരുന്നതായുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും തിരിച്ചടിക്കായിട്ടാണ് ഇപ്പോൾ സൈന്യം തീരുമാനിച്ചിരിക്കുന്നത്. മേഖലയിൽ സൈനിക നടപടി പുരോഗമിക്കുകയാണ്. ഉന്മേഷ്, ശരി. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിൽ ചാൾസ് സർവകലാശാലയിലുണ്ടായ വെടിവെപ്പിൽ 15 പേർക്ക് ദാരുണാന്ത്യം, 11 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ച് വീഴ്ത്തി. യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായ 24-കാരനാണ് ആക്രമണം നടത്തിയത് എന്ന് പോലീസ് അറിയിച്ചു. സർവകലാശാലയിലെ ഫിലോസഫിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് ആക്രമണമുണ്ടായത്. ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായി ഒഴിപ്പിച്ച് സീൽ ചെയ്തു. ചെക്ക് റിപ്പബ്ലിക്കൻ സമയം പകൽ 3 മണിക്കാണ് ആക്രമണം ഉണ്ടായത്. നവകേരള സദസ്സ് തലസ്ഥാനത്തെത്തിയതോടെ വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസും BJPയും. ആറ്റിങ്ങലിലും വെഞ്ഞാറമൂട്ടിലും നെടുമങ്ങാട്ടും പ്രവർത്തകർ പ്രതിഷേധിച്ചു. നെടുമങ്ങാട് നവകേരള സദസ്സ് നടക്കുന്ന വേദിക്ക് സമീപം കോൺഗ്രസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഏറ്റുമുട്ടി. നവകേരള സദസ്സിൽ കോൺഗ്രസ് ലീഗ് നേതാക്കൾ ഒട്ടതിരിഞ്ഞ് പങ്കെടുക്കുന്നത് കാര്യമാക്കേണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിന് അസഹിഷ്ണുത എന്തിനെന്ന് വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നവകേരള സദസ്സ് തലസ്ഥാനത്തേക്ക് കടന്നതോടെയാണ് കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിച്ചത്. ആറ്റിങ്ങലും തോന്നയ്ക്കലും നവകേരള സദസ്സിനെതിരെ പ്രവർത്തകർ പ്രതിഷേധിച്ചു. തോന്നയ്ക്കലിൽ കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കിയതിനെതിരെ മംഗലാപുരത്ത് റോഡ് ഉപരോധിച്ചു. വെഞ്ഞാറമൂട്ടിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചു. നെടുമങ്ങാട് പ്രതിഷേധിക്കാനെത്തിയ കോൺഗ്രസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് കരുതൽ തടങ്കലിലെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തി മർദ്ദിച്ചു. രാവിലെ ആറ്റിങ്ങലിൽ നടന്ന പ്രഭാത യോഗത്തിൽ നെടുമങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് MS ബിനുവും മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗം R നൌഷാദും പങ്കെടുത്തു. ഒറ്റതിരിഞ്ഞ് ആരെങ്കിലും നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നത് കാര്യമാക്കേണ്ടെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഒറ്റതിരിഞ്ഞ് ആരെങ്കിലും ഒക്കെ പങ്കെടുക്കാൻ വലിയ ഗൗരവം കാണിക്കേണ്ട കാര്യമൊന്നും. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് MS ബിനുവിനെ DCC പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തു. നവകേരള യാത്ര വരുമ്പോൾ അസഹിഷ്ണുത എന്തിനെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചോദ്യം. ഉദ്ദേശം നാടിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം തുടരുമെന്നുള്ളത് തന്നെയാണ്. അതേസമയം നാളെയും പരിപാടിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. 24 തിരുവനന്തപുരം. ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ വാക്പോര് തുടരുകയാണ്. നാട്ടിൽ കലാപം ഉണ്ടാക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിൻ്റെതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. യൂത്ത് കോൺഗ്രസ് ഇന്നലെ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ ഒരേ സ്വരത്തിൽ തള്ളി മുഖ്യമന്ത്രിയും മന്ത്രിമാരും രംഗത്തെത്തി. കേരളത്തിന്റെ സമാധാനപൂർവ്വമായ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഉദ്ദേശം നാടിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം തുടരുമെന്നുള്ളത് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ കലാപാഹ്വാനം നടത്തുകയാണല്ലോ. അടിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന നിലയാണല്ലോ ഇന്നലെ കണ്ടത്. പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചായിരുന്നു മന്ത്രിമാരുടെ പ്രതികരണം. പ്രതിപക്ഷം നടത്തിയത് യുദ്ധത്തിനുള്ള ആഹ്വാനമെന്ന് മന്ത്രിമാർ ആരോപിച്ചു. VD സതീശൻ വെറും ഡയലോഗ് സതീശനായി മാറിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പരിഹാസം. മാന്യത തൊട്ട് തീണ്ടാത്ത പ്രസ്താവനകളാണ്. വെറും ഡയലോഗ് സതീശനായി VD സതീശൻ മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് പാലിക്കേണ്ട മര്യാദ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. കലാപത്തിന് നേരിട്ട് ആഹ്വാനം ചെയ്യുന്നു.
പ്രവർത്തകർക്കെതിരെ ഇല്ലാത്ത കേസെടുത്താൽ അവർക്കൊപ്പം താനും ജയിലിൽ പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേസുകാരെയും യൂത്ത് കോൺഗ്രസുകാരെയും അടിച്ചാൽ ആരും ചോദിക്കില്ല എന്നാണ് ധാരണയെങ്കിൽ ആ ധാരണ തെറ്റാണ്. ഈ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. ഞാൻ എൻ്റെ കുട്ടികളെ ജയിലിൽ പോവുകയാണെങ്കിൽ ആ കുട്ടികളുടെ കൂടെ പോയി ഞാൻ ജയിലിൽ പോയി കിടക്കും, എനിക്ക് ഒരു ഭീതിയില്ല. പ്രതിഷേധക്കാർക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അതിനിടെ പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനും രംഗത്തെത്തി. വി.ഡി. സതീശൻ ചപ്പടാച്ചി നേതാവാണെന്ന് കെ. സുരേന്ദ്രൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് കത്ത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചു. കോഴിക്കോട് മിഠായി തെരുവിലെ ഗവർണറുടെ അപ്രഖ്യാപിത സന്ദർശനം ഉൾപ്പെടെ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. നിവൃത്തിക്കേട് കൊണ്ടാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്ന് കത്തിൽ പറയുന്നു. 24 എക്സ്ക്ലൂസീവ്. ഏറെക്കാലമായി തുടരുന്ന ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കോഴിക്കോട് മിഠായി തെരുവിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ സന്ദർശനത്തിലെ പ്രോട്ടോകോൾ ലംഘനങ്ങൾ വിശദമായി പരാമർശിച്ചാണ് മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചത്. ഗവർണർ സുരക്ഷാ നിയന്ത്രണങ്ങൾ ആവർത്തിച്ച് ലംഘിക്കുന്നത് കേരളത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും കത്തിൽ ആരോപിക്കുന്നു എന്നാണ് വിവരം. എന്നാൽ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ച കാര്യം ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിക്കുന്നില്ല. കേരളത്തിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിൽ ആവർത്തിച്ചു. കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഗവർണർ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ വ്യക്തമാകുന്നുണ്ട്. പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുക, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്. രാഷ്ട്രപതിക്ക് കത്തയച്ചതിലൂടെ അനുരഞ്ജനത്തിനില്ല എന്ന സന്ദേശം സർക്കാർ നൽകുകയാണ്. സർക്കാരിനെ വെട്ടിലാക്കാൻ ഗവർണറുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതും നിർണായകമാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ആർമി സ്റ്റേഷൻ മേധാവി ബ്രിഗേഡിയറെ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ച് ഗവർണർ ചർച്ച നടത്തിയിരുന്നു. ദീപക് ധർമ്മടം, 24. ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് കത്തയച്ച സർക്കാർ നീക്കം കേരളത്തിന് ഇതുവരെ പരിചയമില്ലാത്ത ഒന്നാണ്. ഗവർണർ എന്ത് ചെയ്യുന്നുവെന്ന് നിയോഗിച്ചവർ അറിയട്ടെയെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഗവർണർ മുഖ്യമന്ത്രി പോര് അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഗവർണറെ പോലെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കാൻ മുഖ്യമന്ത്രിയെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വെല്ലുവിളിച്ചു. ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിൽ സുപ്രീംകോടതിയെ സമീപിച്ചതായിരുന്നു സർക്കാർ ഗവർണർ പോരിലെ സർക്കാരിന്റെ ആദ്യ ചെക്ക്. പിന്നാലെയാണ് ഇപ്പോൾ രാഷ്ട്രപതിക്കുള്ള കത്ത്. തനിക്ക് നേരെ അക്രമമുണ്ടായാൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകർന്നുവെന്ന ആരോപണം ഉന്നയിക്കാൻ ഗവർണർക്ക് കഴിയും. ഇത് മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് സൂചന. കേരളത്തിൽ ഗവർണർ എന്ത് നിലപാടെടുക്കുന്നുവെന്ന് അദ്ദേഹത്തെ നിയോഗിച്ചവർ അറിയണമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഗവർണറെ നിയോഗിച്ച ആളുകൾ കേരളത്തിൽ ഗവർണർ എടുക്കുന്ന നിലപാടുകൾ അറിഞ്ഞിരിക്കണം. നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ അടയിരിക്കുന്നുവെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു. അതേസമയം ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പരസ്പരം ചെളിമാരിയേറിയൽ കേരളത്തിന് അപമാനമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഈ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ പോരാട്ടം തന്നെ, പരസ്പരമുള്ള ചെളിവാരിയെറിയൽ തന്നെ കേരളത്തെ വളരെ അപമാനിതമാകുന്ന നിലയിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ അപമാനകരമാണ്. ഗവർണർ ചെയ്തതുപോലെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം. ഒന്നുണ്ടായില്ലല്ലോ, ജനങ്ങൾ മുഴുവൻ തന്നെ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചില്ലേ. അതായത് ഈ VIP സംവിധാനങ്ങളൊക്കെ മാറ്റിവെച്ച് മന്ത്രിമാരുൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ജനങ്ങൾക്കിടയിൽ ജീവിക്കണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഗവർണർ അതനുസരിച്ചിട്ട് ഉയർന്നു. മുഖ്യമന്ത്രിക്ക് അതിനുള്ള ധൈര്യം ഇപ്പോഴും വന്നിട്ടില്ല. സംസ്ഥാന സർക്കാർ നീക്കത്തെ ഗവർണർ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആർ അരുൺരാജ്, 24, കൊല്ലം. ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്ന മുഖ്യമന്ത്രിയുമായി സംവാദത്തിന് ഇല്ലെന്ന് നിലപാട് ഘടിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെനറ്റ് വിവാദത്തിൽ SFI നീക്കം വിജയിക്കില്ലെന്ന് ഉറപ്പാക്കുമെന്ന് ഗവർണർ പ്രതികരിച്ചു. അതേസമയം ഗവർണർക്കെതിരെ SFI ഇന്നും തിരുവനന്തപുരത്ത് കരിങ്കൊടി പ്രതിഷേധം നടത്തി. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തെ പ്രതിരോധിക്കുമെന്ന് ആവർത്തിച്ച് SFI പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഗവർണറുടെ ഡൽഹിയിലേക്കുള്ള യാത്രാമധ്യേ തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുൻവശത്ത് വെച്ചായിരുന്നു ഇന്നത്തെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം.
വിമാനത്താവളത്തിലെത്തിയ ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചു. ഗുണ്ടകളെയും ആക്രമികളെയും മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന കുറ്റപ്പെടുത്തൽ. He has every right. What is important about it? Okay, that is his view. I don't want to join issue with him. Man who is promoting the kind of violence and he's hiring gundas to attack my car. SFI പ്രവർത്തകർക്ക് സെനറ്റ് അംഗങ്ങളെ തടയാൻ എന്ത് അധികാരമെന്നും ഗവർണർ ചോദിച്ചു. Who were they? They were sent by him or by somebody else. With such a person, I don't want to join any issue. I don't want to reply to anything whatever he says. I have already told you that a man who organizes attack on the governor, he does not deserve any response from me. സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയുന്നില്ലെന്നും ഗവർണർ ആവർത്തിച്ചു. 24 തിരുവനന്തപുരം. പെൻഷൻ പ്രതിസന്ധിയിൽ ഇടപെട്ട് കോടതി. പെൻഷൻ മുടങ്ങിയതിനെതിരെ മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂ എന്ന് കോടതി പറഞ്ഞു. ആഘോഷങ്ങൾക്കും മറ്റും ചെലവാക്കാൻ സർക്കാരിന്റെ പക്കൽ പണമുണ്ടെന്നും പെൻഷൻ എപ്പോൾ നൽകാനാകുമെന്ന് വ്യക്തമാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. വിധവാ പെൻഷൻ കുടിശ്ശിക വിഷയത്തിൽ കോടതിയിൽ നിന്നുണ്ടായത് അതിരൂക്ഷ വിമർശനം. 78 വയസ്സുള്ള സ്ത്രീയാണ് ഹർജിക്കാരിയെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഓർമ്മപ്പെടുത്തൽ. ക്രിസ്മസിന് പെൻഷൻ ചോദിച്ചു വന്നത് നിസ്സാരമായി കാണാനാകില്ല. 1600 രൂപയല്ലേ ചോദിക്കുന്നുള്ളൂവെന്നും മറിയക്കുട്ടിയുടെ പരാതി ആര് കേൾക്കുമെന്നും കോടതിയുടെ ചോദ്യം. കേന്ദ്ര സർക്കാർ വിഹിതം കിട്ടിയില്ലെന്ന് സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ ന്യായീകരിച്ചു. മറിയക്കുട്ടിക്ക് വേറെ വരുമാനമൊന്നുമില്ലെന്നായിരുന്നു അവരുടെ അഭിഭാഷകന്റെ പ്രതിരോധം. ഇരുഭാഗവും കേട്ട കോടതി തുടർന്ന് കർശന നിലപാടെടുത്തു. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂ. ആഘോഷങ്ങൾക്കും മറ്റും പണം ചെലവാക്കാൻ സർക്കാരിനുണ്ട്. 1600 രൂപ സർക്കാരിന് ഒന്നുമല്ലായിരിക്കും. എന്നാൽ മറിയക്കുട്ടിക്ക് അതൊരു വലിയ തുകയാണ്. ക്രിസ്മസ് സീസണാണെന്ന് ഓർക്കണമെന്നും സർക്കാരിന് മറിയക്കുട്ടി VIP അല്ലെങ്കിലും കോടതിക്ക് അങ്ങനെയാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശം. ഹൈക്കോടതി ഇടപെടലിന് നന്ദിയുണ്ടെന്നായിരുന്നു മറിയക്കുട്ടിയുടെ പ്രതികരണം. കോടതിയോട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. എനിക്ക് ഇത്രയും ആക്കി തന്നെ കോടതിയോട് ബഹുമാനമുണ്ട്. എനിക്ക് ഈ ഗവൺമെൻറ്റിന് എനിക്ക് വിശ്വാസമില്ല. എനിക്ക് ഇന്ന് വരെ ഇനി ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തുകയായി ഈ ഗവൺമെൻറ്. ഇപ്പം ഇഷ്ടംപോലെ പൈസയുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഈ വിനോദയാത്രയ്ക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. അതേസമയം പണം എന്ന് നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ ഹാജരാകണമെന്നും ചൂണ്ടിക്കാട്ടി കേസ് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ഫ്രണ്ട് ന്യൂസിലേക്ക് തിരികെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആശങ്കയില്ലെന്ന് കോൺഗ്രസ്. 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകൾ വിലയിരുത്തിയ പ്രവർത്തക സമിതി യോഗം പാർട്ടിയുടെ വോട്ട് വിഹിതം ശക്തമാണെന്ന് അഭിപ്രായപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ് ഉടൻ കടക്കുമെന്ന് സെൻട്രൽ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്നു ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിൽ സംസ്ഥാനങ്ങളിലെ തോൽവി കോൺഗ്രസ് വിലയിരുത്തി. തോൽവി നിരാശ നൽകിയെങ്കിലും വോട്ട് ശതമാനത്തിൽ പാർട്ടി ശക്തമാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. We lost the election. We are admitting that is actually a disappointment for the party. But Congress party is very strong in all these 3 states. Our vote percentage is very much intact. There is no point of worrying for facing a parliament election. That vote share is very clear. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ഈ മാസം നിലവിൽ വരും. പാർലമെന്റ് അംഗങ്ങൾക്കെതിരായ കൂട്ട സസ്പെൻഷനിൽ പ്രവർത്തക സമിതി പ്രമേയം പാസാക്കി. അതിനിടെ ഭാരത് ജോഡോ 2ാം ഘട്ടം വേണമെന്ന് പ്രവർത്തക സമിതി രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. അന്തിമ തീരുമാനം പിന്നീടുണ്ടാകും. ഈ മാസം 28-ന് കോൺഗ്രസ് സ്ഥാപക ദിനത്തിൽ 10 ലക്ഷം പേർ പങ്കെടുക്കുന്ന മഹാറാലി നാഗ്പൂരിൽ നടത്താനും പ്രവർത്തക സമിതി തീരുമാനിച്ചു. സ്ഥിരം പ്രത്യേക ക്ഷണിതാക്കൾ ഉൾപ്പെടെ 76 പേർ പ്രവർത്തക സമിതിയിൽ പങ്കെടുത്തു. 24 ഡൽഹി. ക്രിമിനൽ നിയമങ്ങൾ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലുകൾ രാജ്യസഭയിലും പാസായി. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബില്ലുകളാണ് രാജ്യസഭ പാസാക്കിയത്. പുതിയ നിയമങ്ങളുടെ കടന്നുവരവ് ചരിത്ര നിമിഷമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബില്ലുകൾ പാസാക്കിയ സാഹചര്യത്തിൽ രാജ്യസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം, 1898 ക്രിമിനൽ നടപടിച്ചട്ടം, 1872 ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായിട്ടാണ് പുതിയ നിയമനിർമ്മാണം.
ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ നിയമങ്ങൾ എന്നിവ രാജ്യത്തിന് പുതിയ സുരക്ഷാ സങ്കല്പവും സമയബന്ധിത നീതി നിർവഹണവും ലഭ്യമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. പുതിയ ബില്ലുകൾ പ്രകാരം ഒരു വ്യക്തി പരാതിപ്പെട്ടതിനു ശേഷം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് 3 മുതൽ 14 ദിവസം മാത്രമേ പോലീസിന് എടുക്കാനാവൂ. 3 മുതൽ 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ പ്രാഥമികാന്വേഷണം 14 ദിവസത്തിനകം പൂർത്തിയാക്കണം. കുറഞ്ഞ ശിക്ഷയുള്ള കേസുകളിൽ 3 ദിവസത്തിനകം FIR ഫയൽ ചെയ്യണം. ആൾക്കൂട്ട കൊലപാതകത്തിന് വധശിക്ഷയാണ് പുതിയ നിയമങ്ങളനുസരിച്ച് ശിക്ഷ. इतने सालों के बाद, आज़ादी के 75 सालों के बाद भारतीयों द्वारा बनाया गया है, भारतीयों के लिए बनाया गया है और भारत की संसद के द्वारा बनाया गया है. രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കി. മാർച്ചിലെ സുപ്രീം കോടതി ഉത്തരവ് മറികടക്കുകയാണ് ഈ ബില്ലിന്റെ ലക്ഷ്യം. നിയമനിർമ്മാണ നടപടികൾ തടസ്സമില്ലാതെ നടന്ന ഇന്ന് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനും സഭ സാക്ഷ്യം വഹിച്ചു. പുതിയ 3 നിയമങ്ങൾ പാസാക്കിയത് ചരിത്ര നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്നുള്ള മോചനമാണ് രാജ്യത്തിന് സമ്പൂർണമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. 24 ഡൽഹി. പൊന്മുടിക്ക് 3 വർഷം തടവ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിയും ഭാര്യ പി വിശാലാക്ഷിയും ജയിലിലേക്ക്. 3 വർഷം തടവും 50 ലക്ഷം രൂപ വീതം പിഴയുമാണ് മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ജി ജയചന്ദ്രൻ വിധിച്ചത്. വിചാരണ കോടതിയിൽ കീഴടങ്ങാൻ 30 ദിവസത്തെ സാവകാശം നൽകി. വിധിക്ക് പിന്നാലെ പൊന്മുടി കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ മന്ത്രി RS രാജാ കണ്ണപ്പന് നൽകി. വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് DMK വ്യക്തമാക്കി. അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്ന കേസിൽ കെ പൊന്മുടിയും ഭാര്യ വിശാലാക്ഷിയെയും 2016 വെല്ലൂർ പ്രത്യേക കോടതി വെറുതെ വിട്ടിരുന്നു. ഇത് ചോദ്യം ചെയ്ത് 2017 വിജിലൻസ് നൽകിയ ഹർജിയിലാണ് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി. പൊന്മുടിക്കും ഭാര്യയ്ക്കും 3 വർഷം തടവും 50 ലക്ഷം രൂപ വീതം പിഴയുമാണ് വിധിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം കൂടി തടവ് അനുഭവിക്കണം. മന്ത്രിപദവിയും ആരോഗ്യ കാരണങ്ങളും കണക്കിലെടുത്ത് വിചാരണ കോടതിയിൽ കീഴടങ്ങാൻ 30 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ജനുവരി 21 കീഴടങ്ങാനാണ് നിർദ്ദേശം. അതിനിടെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനാണ് DMKയുടെ തീരുമാനം. താൽക്കാലിക തിരിച്ചടി മാത്രമാണെന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും DMK വിശദീകരിച്ചു. മന്ത്രിയുടെ വകുപ്പുകൾ മാറ്റി നൽകാനുള്ള മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ശുപാർശ ഗവർണർ RN രവി അംഗീകരിച്ചു. 24 ചെന്നൈ. വിരമിക്കൽ പ്രഖ്യാപിച്ച ഗുസ്തി താരം സാക്ഷി മലിക്. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായി സഞ്ജയ് കുമാറിനെ തെരഞ്ഞെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് വൈകാരിക പ്രഖ്യാപനമുണ്ടായത്. ബ്രിജ്ഭൂഷന്റെ അനുയായിയാണ് സഞ്ജയ് കുമാർ എന്ന് സാക്ഷി മലിക് ആരോപിച്ചു. പരാതി നൽകിയ താരങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്ന് ബജ്രംഗ് പുനിയ. പുതിയ നേതൃത്വത്തിന് കീഴിലും തങ്ങൾ സുരക്ഷിതർ ആണെന്ന് കരുതുന്നില്ലെന്ന് വിനേഷ് ഫോഗട്ട് പ്രതികരിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 23 ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ രാജ്യതലസ്ഥാനത്ത് രാപ്പകൽ സമരം ആരംഭിച്ചത്. ലൈംഗിക ആരോപണ വിധേയനായ ബ്രിജ്ഭൂഷണെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി ഒടുവിൽ കേന്ദ്ര കായിക മന്ത്രിയുടെ ഉറപ്പിന്മേലായിരുന്നു താരങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറിയത്. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ബ്രിജ്ഭൂഷന്റെ അനുയായി സഞ്ജയ് കുമാർ തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് സാക്ഷി മാലിക്കിന്റെ ഏറെ വൈകാരികമായ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം. अगर प्रेसिडेंट ब्रिजभूषण जैसे आदमी जैसा ही रहता है, उसका बिल्कुल सहयोगी है, उसका बिजनेस पार्टनर है, वो अगर इस फेडरेशन में रहेगा तो मैं अपनी कुश्ती को त्यागती हूँ और मैं आज के बाद कभी भी आपको वहाँ नहीं दिखूंगा. കാലിൽ ധരിച്ചിരുന്ന ബൂട്ടെടുത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചു. കേന്ദ്ര കായിക മന്ത്രി നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് താരങ്ങൾ ആവർത്തിച്ചു. बड़े दुख के साथ कहना पड़ रहा है आज कि हमारी बेटियों को न्याय, मुझे नहीं लगता कि 1-2 पीढ़ी के जो अब आने वाली पीढ़ी है उनको भी लड़ाई लड़नी पड़ेगी, जब भी न्याय हो सकता है. ब्रजभूषण का राइट हैंड है, उसके बेटे से भी ज़्यादा खास है. उसको प्रेसिडेंट में आना मतलब आने वाली लड़कियों का जो भविष्य है उनको फिर से शोषण का शिकार होना पड़ेगा और जो चीज़ें पर्दे के पीछे होती आई हैं वो अब खुले में होगा. ലൈംഗിക അതിക്രമ കേസിലെ കുറ്റവാളി അടുപ്പക്കാരെ വെച്ച് ഫെഡറേഷനിൽ തുടരുന്നുവെന്ന് KC വേണുഗോപാൽ വിമർശിച്ചു. കേന്ദ്ര അവഗണനയിൽ നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്ന മുന്നറിയിപ്പും ഗുസ്തി താരങ്ങൾ നൽകി. 24 ഡൽഹി. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിന് എത്തിയവരെ തടഞ്ഞ SFI നടപടിക്കെതിരെ ചാൻസലറായ ഗവർണർ ഹൈക്കോടതിയെ സമീപിക്കും.
ചാൻസലർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെയാണ് SFI തടഞ്ഞത്. ഹൈക്കോടതിയെ സമീപിക്കാൻ ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചു. SFIക്കെതിരെ ഗവർണർക്ക് പരാതി നൽകിയെന്നും സുരക്ഷ ആവശ്യപ്പെട്ടിട്ടും വൈസ് ചാൻസലർ അക്കാര്യം പരിഗണിച്ചില്ലെന്നും പത്മശ്രീ ജേതാവ് ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള സെനറ്റ് അംഗങ്ങൾ ആരോപിച്ചു. ഗസയിൽ ഇസ്രയേൽ ഹമാസ് ഏറ്റുമുട്ടൽ അതിരൂക്ഷമായി തുടരുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന പ്രമേയം UN രക്ഷാസമിതിയിൽ വോട്ടിനിടുന്നത് വീണ്ടും നീട്ടിവെച്ചു. ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അടിയന്തര ശ്രമം നടക്കുകയാണെന്ന് അമേരിക്ക അറിയിച്ചു. സംഘർഷഭൂമിയായ ഗസയിൽ കോൺവോയ്ക്കൊപ്പം നീങ്ങുന്ന മലയാളി ഡോക്ടർ SS സന്തോഷ് കുമാർ ഗസയിലെ അവസ്ഥ വിവരിക്കുന്നു. UN മെഡിക്കൽ ടീമിന്റെ മെഡിക്കൽ ഡോക്ടറായാണ് കോൺവോയ്ക്കൊപ്പം സന്തോഷ് കുമാർ നീങ്ങുന്നത്. ആശുപത്രികളുടെ പ്രവർത്തനം നിലച്ച ഗസയിൽ ആശുപത്രി തുടങ്ങാനായി സംഘം പള്ളിക്ക് സമീപം ഒരു കെട്ടിടം കണ്ടെത്തി. എന്നാൽ അതിനു സമീപം ബോംബാക്രമണമുണ്ടായതോടെ ശ്രമം വിഫലമായി. കുട്ടികളടക്കം നിരവധി പേർ ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പരിക്കേറ്റവരെ ചികിത്സിക്കാൻ സംവിധാനമില്ല. കെട്ടിടത്തിന് സമീപമുള്ള 6 സ്കൂളുകളിലായി നിലവിൽ 10,000-ങ്ങളാണ് ക്യാമ്പ് ചെയ്യുന്നത്. വഴിയിൽ ഏകദേശം 20 കിലോമീറ്ററോളം തന്നെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളാണ് കാണുന്നത്, ലോറികൾ. അതായത് ഈ ഗാസയിലേക്കുള്ള വെള്ളം, ഭക്ഷണം, മറ്റത്യാവശ്യ സാധനങ്ങൾ, മരുന്നുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വഴിയിൽ ഇങ്ങനെ ഏകദേശം 400 മുതൽ 500 ട്രക്കുകളിൽ ഇങ്ങനെ കെട്ടിക്കിടപ്പാണ് ഉള്ളത്. വഴിനീളെ ഗസയിലേക്കുള്ള ഭക്ഷണവും വെള്ളവും മറ്റവശ്യവസ്തുക്കളുമായുള്ള വാഹനങ്ങളുടെ നീണ്ട ക്യൂ ആണ്. അവശ്യവസ്തുക്കൾ ഗസയിലേക്ക് ഇസ്രായേൽ കടത്തിവിടുന്നില്ല. യുദ്ധത്തിൽ തകർന്ന വൈദ്യുതി ബന്ധം ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. ഭക്ഷണത്തിനും വെള്ളത്തിനും കടുത്ത ക്ഷാമം. ഒഴിഞ്ഞ കടമുറികളാണ് എല്ലായിടത്തും. UN അധികൃതർ വിതരണം ചെയ്യുന്ന അരിയും ഗോതമ്പും മാത്രമാണ് സംഘർഷബാധിത പ്രദേശത്തെ ജനങ്ങളുടെ ആശ്രയം. ശുദ്ധജലമില്ലാത്തതിനാൽ ടൈഫോയിഡ്, കോളറ തുടങ്ങി ജലജന്യ രോഗങ്ങൾ പടരുന്നു. ഖാൻ യൂനിസിൽ ആക്രമണം നടക്കുന്നതിനാൽ റഫയിലേക്കുള്ള ജനങ്ങളുടെ കൂട്ടപ്പലായനം തുടരുകയാണ്. 16 കിലോമീറ്റർ ചുറ്റളവിൽ 2 മില്യണിലധികം ജനങ്ങളാണ് ടെന്റുകളിൽ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് 24. പ്രളയത്തിൽ മുങ്ങിയ തമിഴ്നാടിന് സഹായവുമായി കേരളം. പ്രളയബാധിതരായ കുടുംബങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് നൽകും. ഒരു കുടുംബത്തിന് 1 കിറ്റ് എന്ന നിലയിലാണ് സഹായം. കിറ്റുകൾ ജനങ്ങൾക്ക് തിരുവനന്തപുരത്തെ സംസ്ഥാന ദുരന്ത നിവാരണ ആസ്ഥാനത്ത് എത്തിക്കാം. ഇതിനായി തിരുവനന്തപുരത്തെ ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് കളക്ഷൻ പോയിന്റ് തുറന്നു. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥൻ MG രാജമാണിക്യത്തെ ചുമതലപ്പെടുത്തി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ നരഭൂജി കടവിയുടെ മുഖത്തെ മുറിവിൽ ശസ്ത്രക്രിയ നടത്തി. 3 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വിജയം എന്ന് സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ RK ഋത്തി. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണമിടപാട് കേസിൽ എന്തുകൊണ്ട് മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് കോടതി. CPIM നേതാവ് PR അരവിന്ദാക്ഷന് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ചോദ്യം. PR അരവിന്ദാക്ഷൻ അന്വേഷണത്തോട് സഹകരിക്കാത്തത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് ED കോടതിയെ അറിയിച്ചു. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനിടെ സംഘർഷം. CPIM യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി. കല്ലേറുണ്ടായതിനു പിന്നാലെ പോലീസ് ലാത്തി വീശി. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. 90,000 പേരാണ് ഇന്ന് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തെത്തിയത്. തീർത്ഥാടകരുടെ ക്യൂ ശബരിപീഠം വരെ നീണ്ടതോടെ കടുത്ത നിയന്ത്രണങ്ങൾ. കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ വിശ്വാസം ആർജിക്കാൻ സ്നേഹയാത്രയ്ക്ക് തുടക്കമിട്ട് NDA. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ സിറോ മലബാർ സഭ മുൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം കൈമാറി. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായുള്ള സപ്ലൈകോ ചന്തകൾക്ക് തുടക്കമായി. ഈ മാസം 30 വരെയാണ് ക്രിസ്മസ് പുതുവത്സര ചന്തകൾ പ്രവർത്തിക്കുക. കേരള അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പുഷ്പമേളയ്ക്ക് കോട്ടയം നാഗമ്പടം മൈതാനത്ത് തുടക്കമായി. 20,000 സ്ക്വയർ ഫീറ്റിൽ വിവിധ തരം പുഷ്പങ്ങളുടെ പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. മേളയോടനുബന്ധിച്ച് 80-ൽ പരം സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറും. കോട്ടയം കളക്ടർ V. വിഘ്നേശ്വരി പുഷ്പമേള ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 31 വരെ മേള തുടരും. 90 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.